അപ്പോ ഏത് മേഖലയിലും ഒരു അടിസ്ഥാനം അല്ലാഹുവിൽ നിന്ന് കിട്ടിയോ ആ അടിസ്ഥാനത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി കൂടിയാലോചിച്ച് കണ്ടെത്തുന്ന രീതി ദീനീ പ്രാബല്യമുള്ളതാണ്. മാസം കാണണം, മാസം കണ്ടാലേ നോമ്പ് പിടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 30 തകയണം. മാസം കണ്ടാൽ നോമ്പ് പിടിക്കണം, മാസം കണ്ടാൽ നോമ്പ് പിടിക്കണം. മാസം കണ്ടു എങ്ങനെ അറിയും? കണ്ടാൽ ആളുകൾ എങ്ങനെ അറിയിക്കും? അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കാവ്യമാരെ നിശ്ചയിക്കാം, അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മിറ്റികൾ ഉണ്ടാക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഹിലാരി കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ, അല്ലെങ്കിൽ ഹിജറ കമ്മിറ്റി, ഹിലാരി കമ്മിറ്റി. അപ്പോ മാസം കണ്ടിട്ട് നോമ്പ് പിടിക്കുക എന്നതാണ് നോമ്പിന്റെ ദീൻ. നോമ്പ് പിടിക്കാൻ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ദീനിന്റെ നിയമം അതാണ്. ആ മാസം കണ്ടത് അറിയാനും അറിഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാനും എന്ന രീതി അത് നിങ്ങളുടെ ദുനിയാവാണ്. അൻസുമാലോകി ഉമൂരി ദുനിയാക്കും, അൻസുമാലോകി ശുഭോനി ദുനിയാക്കും. അത് നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. ഇതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. തഹജ്ജുദ് നമസ്കാരം വേറൊരു ഉദാഹരണം, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഉദാഹരണം നോക്കുകയാണ്. കുറെ ഉദാഹരണങ്ങൾ പറയുന്നത് ഒന്നൊന്നും തിരിയാത്തവർക്ക് മറ്റൊരുകൊണ്ട് തിരിയാനാണ്. തഹജ്ജുദ് നമസ്കാരം വളരെ പ്രാധാന്യമുള്ള ഒരു സുന്നത്തുകാരാണ് തഹജ്ജുദ്. ഇന്നലെ അതിനെക്കുറിച്ച് ഇവിടെ ക്ലാസ് നടന്നുകൊണ്ട് ഞാനത് ആവർത്തിക്കണമെന്നില്ല. പക്ഷെ ഒരു സംഗതി ഞാൻ പറയാം, ഇതൊക്കെ നമ്മുടെ സമുദായത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇതെന്തോ വലിയ സംഗതിയാണ്. ഹദീസിൽ വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 4-4:30 മണിക്ക് 4 മണി 3-3:30 മണിക്ക് എണീറ്റിട്ട് നിസ്കാരം തുടങ്ങും. സുദീർഘമായിട്ട് നിന്നും എന്നിട്ട് കാലിലേക്ക് നീര് വരെ ഇറങ്ങി എന്നാ പറയുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ട് ക്ഷീണം വരുമ്പോൾ കിടന്നു ചെരിഞ്ഞ് അപ്പോഴേക്കും ഈ സുബഹിന്റെ സമയമാവും. സുബഹിവാങ്ക് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സമയം ഗ്യാപ്പുണ്ട്. സഹാബിമാർ വന്നിട്ട് വേണം നമസ്കാരം തുടങ്ങാൻ. വീട്ടിൽ അവരവരുടെ വീടുകളിൽ നിന്ന് വിട്ടുനിൽക്കൊന്നുമല്ല സുബൈക്ക്. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്ന സമയം വരെ റസൂലുള്ളാഹി ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് നേരമുണ്ട്. ആ സമയത്ത് ഈ സുദീർഘമായി നിന്ന് നമസ്കരിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. അപ്പൊ ഹദീസിൽ വന്നു റസൂല് സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം തിരിഞ്ഞു കിടന്നു. അപ്പൊ കൗമ മനസ്സിലാക്കി അങ്ങനെ ഒരു ഓപ്പിൽ ചെരിഞ്ഞു കിടക്കാൻ പറ്റിയ ഓപ്പ്. എന്നിട്ട് പിന്നെ മൂപ്പര് രാത്രി 8:00 ഭക്ഷണം കഴിച്ചു. 8:00 ഭക്ഷണം കഴിച്ചിട്ട് മൂപ്പര് അപ്പൊ തന്നെ ഉറങ്ങി. 5-5:15 വരെ ഉറങ്ങി. അപ്പോഴാണ് പള്ളിയിൽ സുബഹിന്റെ ബാങ്ക്. ബാങ്ക് കേട്ടപ്പോൾ മൂപ്പര് വേഗം എണീറ്റിട്ട് പള്ളിയിൽ പോയി ഒന്നുണ്ടാക്കിയിട്ട് 2 റക്അത്ത് തിരിച്ചും സുന്നത്ത്. കാരണം അതിനുശേഷം ചെരിഞ്ഞെടുക്കലും കൂടി സുന്നത്താണ്. ഈ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ കൗമ മനസ്സിലാക്കിയത്. ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഈ തഹജ്ജുദ് നമസ്കാരം എങ്ങനെ ഉണരണം? ഉണർന്നിട്ട് നമസ്കരിക്കേണ്ടത്. രാത്രി ഇശാസ്കരിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഉണർന്നിട്ട് നമസ്കരിക്കേണ്ടത്. എങ്ങനെ ഉണരണം? റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാൻ ആളെ എത്തിക്കാം, ഇന്നലെ വിളിച്ച മാതിരിയുള്ളത് വിളി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈലീസ് വാങ്ങിയിട്ട് അലാറം വെക്കാം, അപ്പൊ അതടിക്കും. ആ വെച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണരാം. അത് നിങ്ങളുടെ ദുനിയാവാണ്. എങ്ങനെ ഉണരണം തഹജ്ജുദ് നമസ്കാരത്തിന് എന്നത് തഹജ്ജുദ് നമസ്കാരത്തിന്റെ ദുനിയാവാണ്. അത് റസൂലുള്ളാഹിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചു തഹജ്ജുദ് നമസ്കാരത്തിന്റെ ദീൻ. അതെന്താണ്? നിസ്കരിക്കുമ്പോൾ എന്റെ രീതിയിലാകണം, സൗകര്യം പോലെ പറ്റില്ല. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത് എല്ലാ ദീനീ കാര്യങ്ങളിലും ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ദുനിയാവിന്റെ വശമുണ്ട് എന്നാണ്. അത് ഏതെടുത്ത് നിങ്ങൾക്ക് ചിന്തിച്ചാലും കാണാൻ പറ്റും. ജിഹാദ് ലാ തമന്നൗ ലിഖാഅല്ലദു. നിങ്ങൾ ശത്രുവിനെ ഇങ്ങനെ അന്വേഷിച്ചാക്കരുത്. നാടൻ തോട്ടം ഉണ്ടാക്കി വെച്ചിട്ട് ഇനിയിപ്പോ എവിടാവെന്ന് കൊണ്ടുപോയി പൊട്ടിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ആണ നോക്കി നടക്കരുത്. പക്ഷെ വൈദാലൊക്കെ ഇപ്പൊ മോഹം പത്തിറു. അഥവാ നിങ്ങൾ ശത്രുവിനെ കണ്ടെത്തിയാൽ നിങ്ങൾ ക്ഷമിക്കണം. ഇവിടെ കിട്ടിയ പടം കൊണ്ട് വാങ്ങുന്ന ക്ഷമല്ല, ഇസ്ലാമിലെ ക്ഷമ കൊണ്ട് വേറെയാണ്. അല ഇന്നൽ ജന്നത്ത തഹ്ത ദിലാലി സുയൂഫ്. രക്തസാക്ഷിയുടെ വാളിന്റെ നിലപ്പതിക്കുന്ന സ്ഥാനം എവിടെയോ അവിടെയാണ് സ്വർഗം എന്ന് നിങ്ങൾ അറിയുക. രക്തസാക്ഷിയുടെ വാളിന്റെ നിലപ്പതിക്കുന്ന സ്ഥാനം എവിടെയോ അവിടെയാണ് സ്വർഗം. റസൂലുള്ളാഹി പഠിപ്പിക്കാണ്. അപ്പോ ജിഹാദ് വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്നാലോ ഈ ജിഹാദിന് എന്തൊക്കെ ആയുധം ഉപയോഗിക്കാം? ഈ അന്നത്തെ മാതിരി അമ്പും വില്ലും കുന്തവും മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ? അല്ല, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറയില്ല. ഏറ്റവും ഫലപ്രദമായ ജിഹാദിന്റെ ആയുധം ഏത് ചോദിക്കാൻ മറുപടിയില്ല. അത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. ഏറ്റവും നല്ല ഒരു ഭരണ സംവിധാനം ഏതാണ്? ജനാധിപത്യ ക്രമമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രമമാണോ? ഇസ്ലാമിന് മറുപടിയില്ല. പക്ഷെ നിങ്ങൾ ഏത് ക്രമത്തിൽ ഭരിച്ചാലും നിന്റെ അടിസ്ഥാനം അംഗീകരിക്കണം. ഏറ്റവും നല്ല പള്ളിയുടെ മെമ്പർ ഏതാണ്? ഇസ്ലാമിന് മറുപടിയില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ മെമ്പർ ഉണ്ടാക്കിയാലും അല്ല ഖുതുബ പറയുമ്പോൾ ഇന്നതേ പറയാവൂ. ഏറ്റവും ഉറപ്പുള്ള പള്ളിയുടെ ബിൽഡിംഗ് ഏതാണ്? അതിന് ഹദീസിൽ ഉത്തരം കാണില്ല. നിങ്ങൾ എന്ത് പള്ളി ഉണ്ടാക്കുമ്പോഴും ഇവിടെ ഇങ്ങനെയാകണം. ഞാൻ പറയുന്നത് ഒരു മേഖല വന്നാകെ നമുക്ക് വിട്ടു തന്നു, മറ്റേ മേഖലയിൽ നമ്മൾ നിർബന്ധിതമാക്കണം, മറ്റേ മേഖലയെ അല്ലാഹു പിടിച്ചിറക്കിയിട്ടുള്ളൂ എന്ന ധാരണ തെറ്റാണ്. എല്ലാ ദീനീ കാര്യങ്ങളിലും ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒരു ദുനിയാവിന്റെ വശമുണ്ട്. ഇതാണ് ഒന്ന്. ഇനി തിരിച്ചു ചിന്തിക്കുക. കച്ചവടം ഒരു ദുനിയാ കാര്യമാണ്. ഐഹിക ജീവിതത്തിന്റെ വിഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുന്ന പരമാർത്ഥങ്ങളിലൊന്നാണ് കച്ചവടം. എന്നാ പിന്നെ എന്തെങ്കിലും അങ്ങോട്ടാകാൻ പറ്റുമോ? സാധ്യമല്ല. കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ കൂടി ഇവിടെ പറയാൻ നേരമില്ല. എന്തെന്ന് ഇപ്പൊ മനസ്സിലാക്കി പിന്നെ പഠിക്കുകയും ചെയ്യാനേ പറ്റൂ. കച്ചവടത്തിൽ ദീനിന്റെ ഒരുപാട് അടിസ്ഥാനങ്ങൾ. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം വെച്ചരുത്. തട്ടിപ്പുകൾ പാടില്ല.
അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതുപോലെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതുപോലെ നിയമങ്ങളുണ്ട്. അപ്പൊ ദുനിയാ കാര്യങ്ങൾ എന്ന് പറയുന്ന ഭൗതിക വിഷയങ്ങൾ എന്ന് പറയുന്ന എല്ലാ വിഷയത്തിലും ദീനിന്റെ കുറെ നിബന്ധനകളുണ്ട്. ദീനീ വിഷയങ്ങൾ എന്ന് പറയുന്നതിലൊക്കെയും ദുനിയാവിന്റെ ഒരു വശവുമുണ്ട്. എല്ലാ ദുനിയാ കാര്യത്തിലും ഒരു ദീനിന്റെ വശം, എല്ലാ ദീനീ കാര്യത്തിലും ഒരു ദുനിയാവിന്റെ വശം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾച്ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് മേഖല. പള്ളിയും അതുമായി ബന്ധപ്പെട്ടതും ദീന്, പുറത്ത് നമ്മൾ നടത്തുന്നതൊക്കെയും ജീവിത വ്യവഹാരങ്ങളൊക്കെയും ദുനിയാവ് എന്ന ധാരണ തെറ്റാണ്. എന്നാണ് ഇത്രയും സമയം ഇത് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ച ബോധം. ഇതിങ്ങനെ മനസ്സിലാക്കാഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരും എന്ത് കേട്ടാലും അതിന്റെ ദീനെന്താണ്. എല്ലാത്തിനും ഒരു ദീനുണ്ടാകും, എല്ലാത്തിനും ഒരു ദുനിയാവ് ഉണ്ടാവും. പള്ളി നിർമ്മാണത്തിന്റെ ദുനിയാവാണ് നേരത്തെ പറഞ്ഞു. ഓലച്ചെട്ടാകാം, മാർപ്പിന്റെ ബിൽഡിംഗ് ആകാം, എന്തുമാകാം, ഇത് അതിന്റെ ദീൻ. ഉദാഹരണത്തിന് വാച്ച് കെട്ടുക, ഏറ്റവും നാടൻ ഉദാഹരണം. തനി ഭൗതികമായൊരു കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാച്ച് കെട്ടിയിട്ടില്ല. ഇത് ദീനീ കാര്യമായിരുന്നുവെങ്കിൽ ഞാൻ വാച്ച് കെട്ടിയാൽ അത് വിദഗ്ധാകുമായിരുന്നു. കാരണം റസൂലുള്ള ചെയ്യാത്ത ഒന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല, വിദഗ്ധാണ് എന്നല്ലേ പറഞ്ഞത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ ഫഹുവ ഫീഹി ഫലൈസ റദ്ദുൻ. അതിലില്ലാത്തൊരു കാര്യം ദീനിൽ ഫലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ദീനിലില്ലാത്ത ഒരു കാര്യം ദീനിന്റേതായ പരിലാളനയോടുകൂടി ചായയോടുകൂടി ഒരുത്തൻ ആചരിച്ചനുസരിച്ച് നിലനിർത്തിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. റസൂലുള്ള നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോ വാച്ച് കെട്ടൽ വലിയ കാര്യമാണ്. എന്നാ പിന്നെ എന്തെങ്കിലും അങ്ങോട്ടാകാൻ പറ്റുമോ? പറ്റൂല. മോഷ്ടിച്ച വാച്ച് കെട്ടാൻ പറ്റൂല, സ്വർണത്തിന്റെ വാച്ച് കെട്ടാൻ പറ്റില്ല. അപ്പൊ വാച്ച് കെട്ടുക എന്നുള്ള വലിയ കാര്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ അപ്പൊ അതിന്റെ ദീനെന്താണ്? യാത്ര ദുനിയാ കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും സ്പീഡുള്ള വാഹനം ഏതാണ്? ഹദീസിൽ ഉത്തരം കാണൂല, ഖുർആനിൽ ഉത്തരം കാണൂല, ഇജ്മാഇലും ഖിയാസിലും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് ഏത് വാഹനവും തിരഞ്ഞെടുക്കാം. പക്ഷെ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഇന്ന ദീനീ പദ്ധതികൾ പാലിക്കണം. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത്, ഈ രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലാ മേഖലയിലും വേണ്ടുന്ന അടിസ്ഥാനങ്ങളാണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ചിലർ ചോദിക്കാറുണ്ട്, റസൂൽ രാജ്യം വ്യക്തമായി ഇന്ന് വയ്ക്കാൻ പറ്റുമോ? അതിനെ നിങ്ങൾ തിരിച്ചു ചോദിക്കണം, റസൂൽ പള്ളി ഉണ്ടാക്കിയതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? അവർ വീണ്ടും ചോദിക്കും, റസൂലുള്ള ഭരണാധികാരിയെ തെരഞ്ഞെടുത്തതുപോലെ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുമോ? നിങ്ങൾ ചോദിക്കണം, റസൂലുള്ള ജിഹാദിനെ സ്വീകരിച്ച ആയുധങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? റസൂലുള്ള ഇമാമിനെ നിശ്ചയിച്ച മാതിരി അതേ രീതിയിൽ നമ്മൾ ഇമാമിനെ നിശ്ചയിക്കാറുണ്ടോ? റസൂലുള്ളാന്റെ പള്ളിയുടെ മെമ്പർ പോലെയാണോ നമ്മുടെ പള്ളിയുടെ മെമ്പർ? നിങ്ങൾ മതപരം എന്ന് പറയുന്ന രംഗത്ത് തന്നെ നമ്മൾ മാറ്റം വരുത്തിയില്ലേ? അപ്പൊ പിന്നെ ഭൗതികമായ രംഗത്തും മാറ്റം എന്തായാലും ഉണ്ടാകും. മാറ്റുന്നത് അതിന്റെ ദുനിയാവിന്റെ വശമാണ്, മാറ്റാത്തത് അതിന്റെ ദീനിന്റെ വശമാണ്. എല്ലാ മേഖലയിലെയും ദീനിന്റെ വശം മാറ്റാതെ സ്വീകരിക്കാൻ നാം നിർബന്ധിതരാണ്. പള്ളിയിൽ മാത്രമല്ല ഈ മാറ്റമില്ലാത്തത്, രാഷ്ട്രീയത്തിലും അടിസ്ഥാനം മാറ്റാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളത് വരാനിരിക്കണേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു സങ്കല്പം ഒരു അടിസ്ഥാനം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മെ കുറിച്ച്